ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മേക്കപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്നല്ല, നമ്മൾ ലൈക്കൺസ്, മഷ്റൂം ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ ഒരു തീമിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ലൈക്കൺസ് ഇത് നമ്മൾ പറമ്പിൽ തന്നെ ഉണ്ടായി നിൽപ്പുണ്ട്. നമുക്കതൊന്ന് കളക്ട് ചെയ്യാം. അത് കളക്ട് ചെയ്യാനായിട്ട് വന്നതാണ്. കത്തിയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഈ ട്രെയിലേക്ക് കളക്ട് ചെയ്യാം. പക്ഷെ വിചാരിച്ച പോലെ അത്ര ഈസി അല്ല കേട്ടോ ഇത് കട്ട് ചെയ്ത്. ഇച്ചിരി ടൈം എടുക്കും. അപ്പം ഇത് വെച്ച് എന്താ ചെയ്യുന്നതെന്നല്ലേ, ഇത് കറി വയ്ക്കാൻ കൊള്ളാവോ? ഇത് കറി വയ്ക്കാൻ കൊള്ളാവെന്ന് അറിയില്ല. എന്നാണ് ഇത് കട്ട് ചെയ്ത് എടുക്കുവാണ്. ഇച്ചിരി മല്ലാണ് ഇത് കട്ട് ചെയ്യാനായിട്ട്. ഇത് പൊട്ടി പോവാണ്ട് നമുക്ക് എടുക്കുകയും ചെയ്യണം. അപ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. നടപടി ഇല്ലാന്ന് തോന്നുന്നു. അപ്പം ഞാൻ എന്താണേലും അടുത്ത് ബ്രിൻഡോയെ കൊണ്ട് ചെയ്യിപ്പിക്കുവാണ്. നമുക്കിത് ഇത്രയും ലൈക്കൺസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ച് നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ഹെയർ ബാൻഡിൽ ഒരു ക്രൗണായിട്ട് ചെയ്തെടുക്കാനായിരുന്നു പ്ലാന്. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് അത് ഇരിക്കുന്നില്ല, നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഡ്രില്ലർ വെച്ച് നന്നായിട്ട് ഹോൾ ഇട്ടിട്ട് ഒരു നൂൽക്കമ്പി വെച്ചിട്ട് അത് സെറ്റ് ചെയ്യാം, ഹെയർ ബാൻഡിലേക്ക് സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടു. നല്ല പണിയാണ് ഡ്രില്ലർ വെച്ചിട്ട് ഇങ്ങനെ ഹോൾ ഇടുക എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, അത് ഭയങ്കര ഹാർഡാണ്. ഒട്ടും അത് തുള വീഴുന്നില്ല. അതുപോലത്തെ പ്രശ്നങ്ങളായിരുന്നു. പിന്നെ കുറേ നേരം എടുത്തിട്ടാണ് നമ്മളിത് ഹോളൊക്കെ ഇട്ട് അതിലൂടെ നൂൽക്കമ്പി കയറ്റി നമ്മൾ ഈ ഹെയർ ബാൻഡിൽ അത് ഫിക്സ് ചെയ്യുന്നത്. അതും വെറുതെ ഫിക്സ് ചെയ്താൽ പോരാ, അത്യാവശ്യം ഒരു ക്രൗൺ ആണെന്നുള്ള രീതി തോന്നുന്ന വിധം അതിൻ്റെ വലിപ്പം അനുസരിച്ചൊക്കെ അറേഞ്ച് ചെയ്ത് വേണം ഇത് ഹെയർ ബാൻഡിലേക്ക് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ കുറേ നേരം പണിപ്പെട്ടു കേട്ടോ. നമ്മൾ ഈ ക്രൗൺ ഉണ്ടാക്കാൻ തന്നെ ഏകദേശം ഒരു രാവിലെ തൊട്ട് ഒരു ഉച്ച കഴിയുന്നോളം വരെ സമയമെടുത്തു. ഞാൻ തന്നെയാണ് ചെയ്തത്, ആരും ഹെൽപ്പൊന്നും ചെയ്യാനില്ലായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ലൊരു മെനക്കേട് പിടിച്ച പണിയായിരുന്നു കേട്ടോ ശരിക്കും. പക്ഷെ അതിൻ്റെ ഔട്ട്കം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല രസമുണ്ട് കേട്ടോ. നാച്ചുറലായിട്ടുള്ള സംഭവം, നാച്ചുറലായിട്ടുള്ള എന്ത് വെച്ച് ഒരു ക്രൗണോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാലും നല്ല ഭംഗിയായിരിക്കും അത് കാണാനായിട്ട്. അത്യാവശ്യം മെനക്കെട്ടു കേട്ടോ. ഞാൻ പിന്നെ ഓർത്തു ഇടയ്ക്ക് വെച്ചിട്ട് ഇത് ഡ്രോപ്പ് ചെയ്താലോ, ഇത് സക്സസ് ആവുമോ എന്നൊക്കെ ഞാൻ ഓർത്തു. പിന്നെ എന്താണേലും നമ്മൾ ഇറങ്ങി തിരിച്ചല്ലേ, അത് ചെയ്തിട്ടേ പറ്റൂ എന്നൊരു ഡിസിഷൻ എടുത്തിട്ട് തന്നെയാണ് ഈ ഒരു ക്രൗണ് ഞാൻ ചെയ്യുന്നത്. 2-3 പ്രാവശ്യം ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അത് ഫ്ലോപ്പായി പോകേണ്ടതായിരുന്നു. പക്ഷേ എനിവേ നമ്മുടെ ക്രൗൺ ഏകദേശം ഒരു ക്രൗൺ ആകാൻ പോവുകയാണ്. ഓൾമോസ്റ്റ് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 to 4 ഹോൾസ് ഇട്ടുട്ടോ നമ്മൾ ഒരു ലൈക്കണേൽ. എന്നാലാണ് ഇത് നല്ല സ്ട്രോങ് ആയിട്ട് ഹെയർ ബാൻഡിൽ ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു ഫോട്ടോ എടുക്കാനോ അല്ല വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയുമ്പോൾ ഇത് നന്നായിട്ട് ഊരിച്ചാടി പോകാൻ ചാൻസ് ഉണ്ടാവും. നമുക്കൊരു കോൺഫിഡൻസും കിട്ടില്ല. അതുകൊണ്ട് നല്ല ടൈറ്റ് ചെയ്താണ് ഞാനിത് ഹെയർ ബാൻഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല രസമുണ്ട്. എനിക്ക് ഈ ബ്രൗൺ കളർ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ നമ്മുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലൈക്കൺസൊക്കെ മിച്ചം വന്നു കേട്ടോ. എന്നാലും ഓൾമോസ്റ്റ് എല്ലാം ഞാൻ ഹെയർ ബാൻഡിൽ ഫിക്സ് ചെയ്തു. ഇനി ഫൈനൽ ടച്ചപ്പാണ്. ഫൈനൽ ടച്ചപ്പിൽ എവിടെയെങ്കിലും ഗ്ലൂ ഗണ്ണിൻ്റെ ഒരു നിറം കണ്ടോ, ഒരു പശയുടെ നിറം, അത് മാറ്റാനായിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഈ ഒരു ബ്രൗൺ കളർ തന്നെ, അതായത് റെഡും ബ്ലാക്കും യെല്ലോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ കളർ ഉണ്ടാക്കി അത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ആ ഗ്ലൂ ഗണ്ണിൻ്റെ ആ ഒരു പശയുടെ നിറം കാണാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കേട്ടോ. ഈ ഒരു ക്രൗൺ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ ക്രൗണ്, നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് അടുത്ത നമ്മുടെ ഈ ലുക്കിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പ് ലുക്കിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ മേക്കപ്പിൽ ഫസ്റ്റ് നമ്മൾ ഹെയർ സ്റ്റൈലിംഗ് പാർട്ടാണ് ചെയ്യുന്നത്. മുടി നല്ല നീറ്റായിട്ടൊരു പോണി ടെയിലാണ് നമ്മൾ കൊടുക്കുന്നത്. പോണി ടെയിൽ കെട്ടാനൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ഹെയർ ഉള്ളത് നമ്മൾ പുറകോട്ട് ഒതുക്കി ചീവി കൊടുക്കുകയാണ്. യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓസസിൻ്റെ ക്രീമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മുടി ഒതുക്കി പിൻ ചെയ്യുവാണ്, ഫ്രണ്ടിലേക്ക് ചാടി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇന്ന് ഹെയർ സ്റ്റൈലിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. പകരം നമ്മുടെ മൊത്തത്തിലുള്ള ഔട്ട്ലുക്കിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി ഫേസിലേക്ക് കിടക്കാം. നമ്മൾ കോൺടാക്ട് ലെൻസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫേസ് പ്രിപ്പയർ ചെയ്യുവാണ്, നന്നായിട്ട് മോയ്സ്ചർ ചെയ്യുവാണ്. നമ്മുടെ ഫേസ് ഏതൊരു മേക്കപ്പിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് പ്രൈമറൊക്കെ യൂസ് ചെയ്യേണ്ടതുണ്ട്, എന്നാലേ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ. ദെൻ നമ്മൾ മാക്കിൻ്റെ പ്രിപ്പ് ആൻഡ് പ്രൈമാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ദെൻ ഐ മേക്കപ്പിലേക്ക് കിടക്കാം. കൺസീലർ യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഹ്യൂഡ ബ്യൂട്ടിയുടെ റോസ് ഗോൾഡ് പാലറ്റിലെ ഒരു ബ്രൗൺ ഷെയ്ഡ്സാണ് നമ്മൾ ഇന്ന് ഐ ഷാഡോ ലുക്കായിട്ട് യൂസ് ചെയ്യുന്നത്. എല്ലാം നമ്മൾ ബ്രൗൺ ഷെയ്ഡ് മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നത്.
വേറെ ബ്രൈറ്റർ ഷെയ്ഡ്സ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. ദെൻ ഒരു ബ്രൗൺ ഐ ഷാഡോ പൊടിച്ച് നമ്മൾ ഐലൈനർ പോലെ നമ്മൾ ആ പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ ഐലൈനർ പോലെ വരച്ച് കൊടുത്തിരിക്കുകയാണ്. ദെൻ നാഴ്സിൻ്റെ ഫൗണ്ടേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നാഴ്സിൻ്റെ 2 ഷെയ്ഡ് ഫൗണ്ടേഷൻ മിക്സ് ചെയ്ത് എൻ്റെ സ്കിൻ കളറാക്കി അതാണ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ മാക്കിൻ്റെ കൺസീലർ പാലറ്റിൽ നിന്ന് ഒരു ഷെയ്ഡ് എടുത്ത് നമ്മൾ കോണ്ടോർ ചെയ്യുകയാണ്. ലൈറ്റ് കോണ്ടോറിങ് ആണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ, വളരെ ലൈറ്റ് കോണ്ടോറിങ്. ദെൻ നമ്മൾ നാഴ്സിൻ്റെ കൺസീലർ വെച്ച് പിന്നെയും അണ്ടർ ഐ സർക്കിളൊക്കെ കവർ ചെയ്യുന്നു. നോസ് ബ്രിഡ്ജൊക്കെ നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്മുടെ സ്കിൻ ഫിനിഷ് മേക്കപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. ഹ്യൂഡ ബ്യൂട്ടിയുടെ സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അടുത്തായിട്ട് നമ്മൾ പൗഡർ കോണ്ടോറിങ് ചെയ്യുകയാണ്. സ്മാഷ് ബോക്സ് കോണ്ടോർ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. മാക്കിൻ്റെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. പിഞ്ച് മീ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ദെൻ മാക്കിൻ്റെ തന്നെ ഒരു ബ്രൗൺ കാജൽ വെച്ചിട്ട് വാട്ടർ ലൈൻ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുന്നു. മാക്കിൻ്റെ ഐ ലാഷസ് വെക്കുന്നു. ബെനഫിറ്റിൻ്റെ ബാഡ് ഗേൾ മസ്കാര ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഐബ്രോസ് ഒന്ന് ഡിഫൈൻ ചെയ്യുന്നു മാക്കിൻ്റെ ഐബ്രോ ജെല്ല് വെച്ചിട്ട്. അപ്പോൾ പിന്നെ അടുത്തായിട്ട് നമ്മൾ ഫ്രെക്കിൾസ് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഫോറിനേഴ്സിൻ്റെയൊക്കെ ഫേസിൽ ധാരാളം സ്പോട്ടുകൾ കാണാറുണ്ട്, അവരുടെ മെലാനിനാണിത്. അപ്പോൾ അങ്ങനെ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഒരു ടൂത്ത് ബ്രഷ് എടുത്ത് നമ്മൾ കളർ മുക്കി ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ അടുത്തതായിട്ട് നമ്മൾ ലിപ്പ് നന്നായിട്ട് ലിപ്പ് ലൈനർ വെച്ചിട്ടൊന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ മാക്കിൻ്റെ തന്നെ ഒരു മാറ്റ് ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ബേൺ സ്പൈസ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണിത്. പിന്നെ ചാർലറ്റ് ടിൽബറിയുടെ പില്ലോ ടോക്ക് എന്ന് പറയുന്ന ലിപ് ഗ്ലോസ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ദെൻ പിന്നെയും കോണ്ടോർ പാലറ്റിലെ ഒരു ഷെയ്ഡ് എടുത്ത് നമ്മൾ ഹൈലൈറ്ററായിട്ട് അപ്ലൈ ചെയ്യുന്നു. ഫൈനലി നമ്മൾ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് റെഡിയായി. നമ്മൾ ഇങ്ങനെ കാണുന്ന പോലെ അല്ലാണ്ട് നമ്മുടെ ഫോട്ടോസിൽ വരുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു റിയൽ ക്യാമറയിലെടുത്ത ഫോട്ടോസിൽ വരുമ്പോഴായിരിക്കും അതിൻ്റെ ഭംഗി അറിയുള്ളൂ. അതുപോലെ ഇയറിങ്സ് ഉണ്ട്. ഇയറിങ്സ് ഇതിന് മാച്ചായിട്ട് കിട്ടി. നേരത്തെ തന്നെ ഇയറിങ്സ് ഞാൻ വാങ്ങിയതായിരുന്നു, ഒരു ഗോവൻ ട്രിപ്പിൽ വാങ്ങിയതായിരുന്നു. നന്നായിട്ട് ചേരുന്നുണ്ട് അതിന്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് റെഡി. മേക്ക് ഓവറെല്ലാം കഴിഞ്ഞു. ഗോകുലാണ് നമുക്ക് ഫോട്ടോസ് എല്ലാം എടുത്ത് തന്നത്. ഗോകുൽ എടുത്ത അടിപൊളി ക്ലിക്സ് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഗോകുലിൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി നോക്കണേ. അപ്പോൾ അടിപൊളി ക്ലിക്സ് ഒക്കെ എടുത്ത് തന്നതിന് ഗോകുലിന് ഒരുപാട് താങ്ക്സ്.